ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ക്യാബേജും കിഴങ്ങും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് 2 കിഴങ്ങ, അതും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ കത്തിച്ചിട്ട് ഈ അടുപ്പിലോട്ട് വെക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് വേവട്ടെ. നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. നമ്മുടെ ക്യാബേജും കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട്. ചെറിയ തീ കിടക്കുക. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. നമുക്ക് ഇതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കേ. കടുകൊന്ന് പൊട്ടട്ടെ. ഇതിനകത്തോട്ട് ഈ 1 ടീസ്പൂൺ പെരുംജീരകമേ, നല്ല ജീരകമല്ല, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ള്, തോന വേണ്ട, ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് ഒരു സവാള കൊത്തി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ള കളറ് മാറണേ. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് ഇതിൻ്റെ പച്ചമുളകൊന്നും മാറണം. അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഒന്ന് മൂക്കട്ടെ. നമ്മൾ സവാള എല്ലാം റെഡിയായേ. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കാര്യം ക്യാബേജിന് വെച്ചിട്ടില്ലേ. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കേ. ചെറിയ തീയിലാണേ കിടന്നേ. വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചിട്ട് തീയങ്ങ്. ക്യാബേജ് അല്ലേ, പെട്ടെന്ന് പോകുമല്ലോ. നമ്മൾ പൊടിയെല്ലാം മൂത്ത് ഇനി ഇതിനകത്തോട്ട് ഞാൻ ചെറിയ 2 തക്കാളി അത് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് വെന്ത് ഇതുമായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം. ഞാൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയല്ലേ. അതിനിപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. ഉപ്പ് ക്യാബേജ് ഇട്ടിട്ടുണ്ട്, ഇതിലും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്യേ. ഇതിങ്ങനെ ഒരു ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവട്ടെ. ഒരു 2-3 മിനിറ്റ് ഇതിനെ കിടക്കട്ടെ. നമ്മുടെ മസാല നോക്കേ. തക്കാളി എല്ലാം നല്ല വെന്തു. ഇനി ഇതിനകത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഫ്ലവറും കിഴങ്ങും ഇല്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. കിഴങ്ങെല്ലാം നല്ല വെന്ത്. ഞാൻ തീ കൂട്ടിയിട്ട് കൊടുക്കേ. കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കേ. ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. ഈ ഫ്ലവറല്ല പിന്നെ ക്യാബേജിൻ്റെയും കിഴങ്ങും ഈ മസാലയിൽ കൂടെ ആയിട്ട് നല്ലോണം പിടിക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ ഒന്ന് കുറയ്ക്കാം. ചെറിയ തീയിൽ 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഇനി ഇതിൽ ഒരു ടീസ്പൂൺ കസൂരി മേത്തെ ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. ഉണ്ടോ, നല്ല കുറുകിയ കറി, ക്യാബേജ് കറി. ഇത് ടേസ്റ്റാണെന്നറിയാം ഈ കറിക്ക്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഉഗ്രം കറിയാണ്. ഇനി ഇതിനൊന്ന് ഉപ്പുണ്ടോ നോക്കണേ. കിഴങ്ങ് ഇത്രയും ഉടച്ചാൽ മതി. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ ഒന്ന് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കേ.
ഇത് 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മളെ കറി നോക്കേ. ഇനി ഒരു പണിയും കൂടെ ഉണ്ടേ, പണി കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതിയേ. ഇത് ശർക്കര പൊടിയാണ്, 1 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് ഇടണ്ട. നല്ല ടേസ്റ്റാണ് ഇത്. ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര കഷ്ണം ഈ ലാസ്റ്റ് മല്ലിയില ഇടുന്നില്ലേ, അതിൻ്റെ തൊട്ട് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റേ. നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നീ നോക്കേ, എന്ത് ടേസ്റ്റുള്ള കറിയാണെന്നറിയാവോ? ഇതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഈ കറി ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം